ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കവീനാം സന്ദർഭ സ്തബകമകരന്ദൈകരസികം കടാക്ഷ വ്യാക്ഷേപ ഭ്രമരകളഭൗ കർണയുഗളം അമുഞ്ജന്തൗ ദൃഷ്ട്വാ തവ നവരസാസ്വാദതരളാ വസൂയാ സംസർഗാ ദളികനയനം കിഞ്ചിദരുണം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 50. ദേവിയുടെ മഹാത്മ്യങ്ങളെക്കുറിച്ച് മഹാകവികൾ തങ്ങൾ രചിക്കുന്ന കാവ്യങ്ങളിൽ വർണ്ണിക്കുന്നു. ആ വർണ്ണനകൾ തേൻ പോലെ മധുരിക്കുന്നവയാണ്. അത് കേൾക്കുവാൻ ഇച്ഛിച്ച് ദേവിയുടെ കാതുകൾ രണ്ടും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നു. ദേവിയുടെ തിരുമിഴികളാകട്ടെ ചെറിയ വണ്ടുകളെ പോലെ കാണപ്പെടുന്നു. ആ തിരുമിഴികൾ ചെവി വരെ നീണ്ടവയാണ്. അതിനാൽ കണ്ണിനും ആ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നു. പക്ഷേ ഫാലനേത്രത്തിന്, അതായത് നെറ്റിത്തടത്തിലുള്ള ദേവിയുടെ മൂന്നാം കണ്ണിന് അത് സാധിക്കുന്നില്ല. അതിനാൽ ആ തൃക്കണ്ണ് അല്പം അസൂയയോടുകൂടി ചുവന്നിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ കവിഭാവന. അമ്മയുടെ തൃക്കണ്ണുകൾ കാത് വരെ നീണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാന താല്പര്യം. ദേവിയുടെ ഇടത് വലത് കണ്ണുകൾ കാതോളം നീണ്ടവയാണ്. തേൻ നിറഞ്ഞ ഒരു പാത്രത്തിൽ ചെന്ന് തൊട്ടാൽ അത് കുടിക്കലല്ലേ പ്രധാനം. അങ്ങനെ കവിതാമകരന്തം തുളുമ്പുന്ന ചെവിക്ക് അടുത്തെത്തി അത് സേവിക്കുവാൻ കണ്ണുകൾ തുടങ്ങുന്നു. മിഴിണകൾ കരിവണ്ടിൻ കുഞ്ഞുങ്ങളെ പോലെ തോന്നിപ്പിക്കുന്നു. ദേവിക്ക് ഭ്രമരാംബിക എന്നൊരു നാമമുണ്ട്. ഭ്രമര എന്നാൽ വണ്ട്. മല്ലികാർജുന ക്ഷേത്രത്തിലെ ശിവൻ എന്ന മല്ലികയെ ചുറ്റി വന്നു തേൻ കുടിക്കാൻ ഭ്രമരാംബികയായി വർത്തിക്കുന്നു. വണ്ടിൻ കുട്ടികളെ പോലെ കുട്ടികൾക്ക് വിശപ്പ് അധികമാണ്. ദേവിയുടെ കരിമിഴികൾ എന്ന വണ്ടിൻ കുഞ്ഞുങ്ങൾക്ക് സദാ കവിതാമാധുരി നുകരണം. അതിനുള്ള വിശപ്പോടെ വർത്തിക്കുന്നു ദേവിയുടെ ആ കണ്ണുകൾ. ഇതിൽ ദേവി അല്പം വഞ്ചന കാട്ടുന്നുണ്ട്. ലോകത്തിന്റെ താപപാപങ്ങൾ ശമിപ്പിക്കേണ്ട ബാധ്യത ദേവിക്കാണല്ലോ. ഈ കടമകൾക്കിടയിലാണ് കവിവര്യന്മാരുടെ കവിതാരസം ദേവിയെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്തവ്യം വെടിഞ്ഞ് കവിത രസിച്ചുകൊണ്ടിരുന്നാൽ ദുഷ്പേരുണ്ടാകും. എന്തു ചെയ്യും? ദേവി ഒരു യുക്തി പ്രയോഗിക്കുന്നു. അല്പം ചതി തന്നെയാണത്. നാം കടാക്ഷിക്കുന്നത് പോലെ ലോകത്തിന് തോന്നട്ടെ. അപ്പോൾ ആ കടാക്ഷാമൃതം സ്വയം ലോകത്തിന്റെ താപപാപങ്ങൾ തീർക്കും. അതേസമയം നമുക്ക് കവിതാരസം പാനം ചെയ്യുകയും ചെയ്യാം. എന്നിങ്ങനെ രണ്ടും ഒപ്പം സാധിക്കുന്നു. നേരെ ചൊവ്വേ ചെയ്യുന്നതിനേക്കാൾ മതിപ്പുണ്ടാവുക ഒളിവും മറവുമായി ചെയ്യുമ്പോഴാണത്രേ. ഈ കടക്കൺ നോട്ടത്തിനാണ് അധികം ഭംഗി. അനുഗ്രഹത്തിന് അനുഗ്രഹം, ഭംഗിക്ക് ഭംഗി. അതാണ് ദേവിയുടെ ഈ കടാക്ഷം. ഇതാണ് നല്ലതെന്ന് ദേവി കരുതുന്നു. മിഴിവണ്ടുകൾ കാതോരം ചെന്ന് അതിനെ തൊട്ടാലേ അതിൽ നിറഞ്ഞു തുളുമ്പുന്ന തേൻ കുടിക്കാനാവൂ. ഇങ്ങനെ കടക്കണ്ണിനാൽ കടാക്ഷിക്കുവാനും ചെവിക്ക് അടുത്തിരുന്ന് തേൻ കുടിക്കാനും കഴിയുന്നു. കടാക്ഷം എന്ന വ്യാജേന സാധാരണയായി ഇങ്ങനെ പറഞ്ഞാൽ തന്നെ അതിൽ സൂത്രമുണ്ടെന്നറിയുന്നു. അമ്മ കവിതാരസം പാനം ചെയ്യുന്നു എന്നത് കവിയുടെ ഒരു സ്വതന്ത്ര ഭാവനയാണ്. നമുക്ക് ദേവി കടാക്ഷം ലഭിക്കണം, കൃപയും ലഭിക്കണം. ആ കടാക്ഷം ലഭിക്കാൻ നമുക്ക് അർഹത ഇല്ലാതിരുന്നിട്ടും കാരണമില്ലാതെ തന്നെ കാരുണ്യം പൊഴിക്കുന്നു അമ്മ. ഇവിടെ ദേവിയുടെ ഉയർന്ന സഹൃദയത്വം എടുത്തു പറയേണ്ടതുണ്ട്. അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി കവിതാസ്വാദനവും കടാക്ഷിക്കലായി കാണിക്കുന്നു. ഇനി ദേവിയുടെ മൂന്നാം തൃക്കണ്ണിന്റെ അസൂയയുടെ കാര്യം പറയാം. ഇടതു വലത് നേത്രങ്ങളാണ് കാതോളം നീളുന്നത്. അതിനാൽ അവയിലെ കൃഷ്ണമണികൾ കടാക്ഷ വ്യാജേന കാതിൽ ചെന്ന് തൊട്ട് കവിതാരസം ആസ്വദിക്കുന്നു. അതിനു മുകളിൽ നോക്കിക്കൊണ്ടുള്ള ആ പുരിക മധ്യത്തിലുള്ള പുരിക മധ്യം മുതൽ സീമന്തരേഖ വരെ പിരിയുന്ന നെറ്റിത്തടം വരെയാണ് അതിലെ മിഴികൾക്ക് ഓടാൻ കഴിയുക. ചെവിയോടടുക്കാനേ ആ മൂന്നാം തൃക്കണ്ണിന് സാധിക്കുന്നില്ല. ഈശ്വരപരമായി എത്രയോ കവിശ്രേഷ്ഠരുടെ സ്തുതികൾ തേൻ പോലെ കാതിൽ പ്രവഹിച്ച് അത് നിറഞ്ഞിട്ടും നേത്രങ്ങൾ കർണത്തിൽ ചെന്ന് മുട്ടി അവയെ ആസ്വദിക്കുമ്പോഴും ആ മൂന്നാം തൃക്കണ്ണായ താൻ മാത്രം അതിൽ നിന്ന് ഒരു തുള്ളി പോലും രുചിച്ചു നോക്കാനാവാതെ വിഡ്ഢിയെ പോലെ നിൽക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ് ദേവിയുടെ മൂന്നാം തൃക്കണ്ണിന്റെ വിഷമം. ആ അസൂയയിൽ നിന്നുണ്ടായ ദേഷ്യം കൊണ്ടാണത്രേ ആ മൂന്നാം തൃക്കണ്ണ് ചുകന്ന് തുടുത്തിരിക്കുന്നത്. അത് അഗ്നിനേത്രമൊന്നുമല്ല, അസൂയ കാരണമാണ് ചുകന്നിരിക്കുന്നതെന്ന് ആചാര്യർ ഇവിടെ തെളിവ് നൽകുന്നു.
അമ്മേ, കാരുണ്യാമൃതം പൊഴിച്ച് ഞങ്ങളെ സദാ കാത്തുരക്ഷിക്കണേ. ഞങ്ങളിതാ അമ്മയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.